അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ഥലം മക്ക. തിങ്കൾ. അന്ന് അവിടെ മാസം 29. അന്ന് ഡേറ്റ് 8/4/24. 8/4/24 തിങ്കളാഴ്ച മക്കത്ത് മാസം 29. അവിടെ തിങ്കളാഴ്ചയാണല്ലോ നോമ്പുണ്ടായത്, അതുകൊണ്ട് അന്ന് 29. അന്ന് സൂര്യാസ്തമയം 6:38. ചന്ദ്രാസ്തമയം 6:26. അതായത് 12 മിനിറ്റ് മുന്നേ ചന്ദ്രൻ അസ്തമിക്കുന്നു. 12 മിനിറ്റ് മുന്നേ ചന്ദ്രൻ അസ്തമിക്കുന്നു. അതുകൊണ്ട് തന്നെ കാണില്ല. ഇനി ഒരു തിരഞ്ഞു പോയിട്ട് കാര്യമില്ല, കാണൂല ഇൻഷാ അല്ലാഹ്. കാരണം 6:38 ചന്ദ്രാസ്തമയം, സൂര്യാസ്തമയം 6:38. എന്നാൽ ചന്ദ്രാസ്തമയം 6:26. അപ്പോൾ ചന്ദ്രൻ ആദ്യം പോയി അസ്തമിക്കും, ഓരോ നാട്ടിൽ കൂടെ പോയിട്ട് അസ്തമിക്കും. അതായത് 12 മിനിറ്റ്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 12 മിനിറ്റ് മുമ്പ് അസ്തമിക്കും. അതുകൊണ്ട് തന്നെ കാണില്ല എന്ന് എഴുതിയിരിക്കുന്നു. കാണാൻ സാധ്യതയുണ്ടെന്ന് എഴുതാൻ പറ്റില്ലല്ലോ, കാണില്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് മക്കത്ത് തന്നെ ചൊവ്വാഴ്ച അവർക്ക് മാസം 30. ചൊവ്വാഴ്ച മാസം 30. അന്ന് തീയതി 9/4/24. ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് 6:38 തന്നെയാണ്. ചന്ദ്രൻ അസ്തമിക്കുന്നത് 7:31. അതായത് 53 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. പിന്നെ മാസം 30 ആവുകൊണ്ട് പിന്നെ മാസം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ബുധനാഴ്ച അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാം. ചൊവ്വാഴ്ച മാസം 30. അപ്പോൾ അന്ന് തീയതി 9/4/24. 6:38 സൂര്യൻ അസ്തമിക്കുന്നത്. 7:31 ചന്ദ്രൻ അസ്തമിക്കുന്നത്. അതായത് സൂര്യൻ അസ്തമിച്ച് 53 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കണമെന്ന് പറയേണ്ടതാണ്, പക്ഷേ 30 ആയതുകൊണ്ട് ഇനി കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച 30 പൂർത്തിയാക്കി ബുധനാഴ്ച അവർക്ക് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ആഘോഷിക്കാം. എന്നാൽ നമ്മളെ നാട് തിങ്കളാഴ്ച നമുക്ക് മാസം 28. കാരണം ചൊവ്വാഴ്ചയാണല്ലോ നമ്മൾ നോമ്പ് നോറ്റി. അപ്പോൾ ചൊവ്വ മാസം 29. അപ്പോൾ തിങ്കൾ 28. അന്ന് തീയതി 8/4. തിങ്കളാഴ്ച 8/4 ആണല്ലോ തീയതി. അന്ന് സൂര്യാസ്തമയം 6:36. ചന്ദ്രാസ്തമയം 6:19. അതായത് 17 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. 17 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് 28 മാസം കാണുന്ന പ്രശ്നമില്ലല്ലോ. 17 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അതുകൊണ്ട് അന്ന് കാണില്ല എന്ന് വളരെ വ്യക്തമാണല്ലോ. 28 മാസം കണ്ട ചരിത്രമില്ലല്ലോ. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് മാസം 29. ചൊവ്വ 29, നമുക്ക് മാസം 29. അന്ന് തീയതി 9/4/24 തീയതി. അന്ന് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നത് 6:36. ചന്ദ്രൻ അസ്തമിക്കുന്നതോ 7:17. അതായത് 41 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. 41 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. കാണാൻ സാധ്യത ധാരാളമുണ്ട്. കഴിഞ്ഞ വർഷം 43 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ അസ്തമിച്ചത്. നാം മാസം കണ്ടു. 29 മാസം കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തിരിക്കണു? നോമ്പ് നോറ്റവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 43 മിനിറ്റ് ഉണ്ടാവുമ്പോൾ കാണും. ഇത് 41 മിനിറ്റ് ഉണ്ടായാൽ തന്നെ ധാരാളം കാണാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ചൊവ്വാഴ്ച നമ്മുടെ മാസം 29 അന്ന് സൂര്യൻ പോകുന്നത് 07 നോർത്തിൽ 07:52.9 സൂര്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് 6:30 മണിക്ക്. അന്ന് ചന്ദ്രൻ്റെ പാത N13 08.3 ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സൂര്യനിൽ നിന്നും 5.54 വടക്കാണ് ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5.4 ദർജ വടക്കായതുകൊണ്ട് എന്തില്ല, സൂര്യൻ്റെ ശോഭ ചന്ദ്രനിൽ ഏൽക്കുകയില്ല. സൂര്യൻ 7 പോകുമ്പോൾ ചന്ദ്രൻ 13 പോകുന്നത്. 5.4 ദർജ അകലത്തിൽ പോകുന്നത് കൊണ്ട് സൂര്യൻ്റെ ആ ശോഭ ചന്ദ്രന് കേൾക്കാത്തത് കൊണ്ട് തന്നെ 41 മിനിറ്റ് ഉണ്ടായതുകൊണ്ട് ധാരാളം കാണാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ച 29 പൂർത്തിയാക്കി ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് സൗദിയോട് നോമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നതിനോട് കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി എന്നുള്ള പ്രശ്നങ്ങളൊന്നും മസലകൾക്കൊന്നും പ്രസക്തിയില്ലാതെ വരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കണം. ബുധനാഴ്ച മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്.